ഒരു വന്യമൃഗം അക്രമകാരിയായ ഒരു വന്യമൃഗം പുറത്തേക്ക് വരുമ്പോൾ അതിനെ വെടിവെച്ചിക്കണം, വനത്തിൽ നിന്ന് വന്ന് പുറത്തേക്ക് വന്ന് തന്നെ വെടിവെച്ച് വീഴ്ത്തണം എന്ന് പറഞ്ഞത് കേരള കോൺഗ്രസ് പാർട്ടി ഞാൻ പറയുകയുണ്ടായി. അത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, 2-3 വർഷക്കാലം മുമ്പ് അന്ന് ഒത്തിരി പ്രതിഷേധങ്ങളുണ്ടായി. നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയുമെന്നുള്ളത്. അപ്പോൾ അവിടെ ഒന്നും സംസാരിക്കരുത്. അപ്പോൾ അത് വന്നപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഈ പറഞ്ഞ കേന്ദ്രത്തിൻ്റെ നിയമമാണ്. കേന്ദ്രത്തിൽ എല്ലാവരും ഒരുമിച്ച് MLA-മാർ ഒരുമിച്ച് പോയി അവിടുത്തെ കേന്ദ്ര വനവകുപ്പ് മന്ത്രിയെ കണ്ടു. ഞാൻ അതിലേക്ക് ഡീറ്റെയിലേക്ക് വന്ന് 1.25 മണിക്കൂർ സംസാരിച്ചു. ഇവിടെ ഒരു നിയമ ഭേദഗതി ഉണ്ടാകണം, അതല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ വേണം. ആ ഡയറക്ഷൻ എന്താണ്? അത് വന്യജീവി സംരക്ഷണ നിയമത്തിൽ 65 സെക്ഷൻ പ്രകാരം ഒരു ഡയറക്ഷൻ കൊടുക്കാം. വന്യ അക്രമകാരികളായ വന്നു കഴിഞ്ഞാൽ അതിനെ വെടിവെച്ച് വീഴ്ത്താനോ അതിനെ കൊലപ്പെടുത്തിയാൽ കേസെടുക്കാൻ പാടില്ല എന്നുള്ളത്. അത് മതി, അത് ഡയറക്ഷൻ കൊടുക്കാം. ആ ഡയറക്ഷൻ കൊടുക്കാത്തതിൻ്റെ ഫലമാണ് കോട്ടയം ജില്ലയിൽ കനമനയിൽ കാട്ടുപോത്ത് വന്ന് 2 കർഷകനെ കുത്തിക്കൊന്നു കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് പോലും ഓർഡർ ഇടാൻ പറ്റിയില്ല. അതെന്താണ്? വെടിവെക്കാൻ പറഞ്ഞിട്ട് മന്ത്രി ഉൾപ്പെടെ, ബഹുമാനായ കോട്ടയം ജില്ലയുടെ മന്ത്രി ഉൾപ്പെടെ, കളക്ടർ ഉൾപ്പെടെ അവിടെ ഇരുന്ന് പ്രഖ്യാപിച്ചിട്ട് പറ്റാത്തത് കേന്ദ്രത്തിൻ്റെ ഈ നിയമം ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ആ നിയമം പരിഹരിക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതൊരു തീർച്ചയായും ഇടപെടൽ കേരള കോൺഗ്രസ് എമ്മിന് വളരെ ഒരു പങ്കുണ്ട്. ഇനി അത് പ്രസിഡന്റ് അത് സൈൻ ചെയ്യേണ്ടതുണ്ട്. ഏതൊക്കെയാലും അതൊരു അല്പ ആശ്വാസം എന്നാണ്, മുഴുവൻ ആശ്വാസമായെന്ന് ഞാൻ പറയില്ല. രണ്ടാമത്തെ കാര്യം വനഭേദഗതി. മൂന്നാമത്തെ കാര്യം വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ തന്നെ കൊണ്ടിപ്പോൾ ഭരണത്തിലിരിക്കുമ്പോൾ ഞങ്ങൾ ഭരണത്തിലിരിക്കുക. അപ്പോൾ അത് കർഷകർക്കെതിരായിട്ട് വരും എന്ന് പറഞ്ഞ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഞങ്ങളാണ് ആദ്യമേ ചൂണ്ടിക്കാണിച്ചത്. ഡെലിഗേഷനായി മന്ത്രി ഉൾപ്പെടെയുള്ള ഇവിടെയുള്ളവരെ പോയി അവിടെ കണ്ടു. അത് മാറ്റിവെക്കണമെന്ന് പറഞ്ഞു, അത് കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ വ്യവസ്ഥകൾ വായിച്ചു നോക്കിയപ്പോൾ വ്യവസ്ഥകളിൽ കുഴപ്പമില്ല. പക്ഷെ എന്താണ് കുഴപ്പം? ആ റൂൾ കൊണ്ടുവന്നാൽ അതിനെ മിസ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിലേക്കായി അത് നമ്മൾ മാറ്റിച്ച് വെക്കുകയുണ്ടായി. പട്ടയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഈ പറയുന്ന ഇടുക്കി മേഖലയിലെ നിയമ ഭേദഗതി കൊണ്ടുവരേണ്ട വന്നു. ആ നിയമ ഭേദഗതി കൊണ്ടുവരുവാൻ പൈലറ്റ് റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ പൈലറ്റ് ചെയ്ത് നിയമ ഭേദഗതി കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, അവിടെ ഒരു മുദ്രാവാക്യം 3 വർഷക്കാലം മുമ്പ് ഞങ്ങൾ കൊണ്ടുവന്നു. അവിടെ കർഷകന് ഉപാധിരഹിത സർവസ്വതന്ത്ര ഭൂമി കർഷകൻ്റെ അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് കേരള കോൺഗ്രസ് ആണ്. ഇപ്പോഴും ആ മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോവുകയാണ്. അതുപോലൊപ്പം തന്നെ റബ്ബറിൻ്റെ കാര്യം നമുക്കറിയാം. കോട്ടയവുമായി ബന്ധപ്പെട്ട് റബ്ബർ 150 രൂപയായിരുന്നു സപ്പോർട്ട് പ്രൈസ്, അത് 180 ആക്കി. ഞങ്ങൾ പറഞ്ഞു 250 ആക്കണം. പക്ഷേ നമുക്കറിയാം സാമ്പത്തികമായ ഞെരുക്കം കേന്ദ്ര സർക്കാർ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് അതിപ്പോൾ നമ്മൾ 200 രൂപയാക്കി. അതിലും കേരള കോൺഗ്രസിൻ്റെ ഒരു ഇടപെടൽ ഉണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മൾ വന്യമൃഗത്തിൻ്റെ അരിക്കൊമ്പൻ്റെ വിഷയം ഇങ്ങനെ നിരന്തരമായി ഇതൊക്കെ ചാനലുകളിൽ മീഡിയക്കകത്ത് മാസങ്ങളോളം നിന്ന വിഷയങ്ങളാണ്. ഇടപെട്ടിട്ട് അതിന് പരിഹാരം കാണുവാൻ